ഹായ് എല്ലാവരും ഗുഡ് മോർണിംഗ് കേട്ടാ. ഗുഡ് മോർണിംഗ് ആയിട്ട് എനിക്ക് എന്താണ് പറയാൻ പോണെന്ന് പറഞ്ഞാൽ കാലത്ത് നിങ്ങൾക്ക് സൂപ്പറായ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ഇതാ വൈഫ് നിങ്ങൾക്ക് എന്ത് സൂപ്പറായ റെസിപ്പി ഉണ്ടാക്കണം പറഞ്ഞു തരും കേട്ടാ. പറയൂ. വെണ്ടയ്ക്ക റെസിപ്പി. ഓക്കെ, ചാറ് വയ്ക്കാൻ പോകണ്ടാ. വെണ്ടയ്ക്ക പുളിയ ചാറ് രണ്ടും ഒന്നും കേട്ടാ. എനിക്ക് അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണം. ഓക്കെ, കടുക് താളിച്ചിട്ടുണ്ടല്ലോ. കടുക് താളിച്ച് ഇതാ സവാള ഇട്ട് വണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി ഇടാൻ പോകണ്ട, അത് കുറച്ച് വണക്കിയായിരുന്നു. തക്കാളി ഇട്ട് വണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ. എന്നിട്ട് അതാ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് അടിച്ച് വെച്ച് പറയുന്നത്? അത് മുളക്, മല്ലി, പിന്നെ കുരുമുളക്, ജീരകം, കൊഞ്ചമ വെന്തയം, പിന്നെ കറിവേപ്പില ഇതൊക്കെ എന്ത് ചെയ്ത് വറുത്ത് അടിച്ചിരിക്കും. പിന്നെ തേങ്ങ ഇതൊക്കെ അടിച്ചിട്ട് ഒഴിക്കാൻ പോകേണ്ടത്. തേങ്ങ അളവാക്കാൻ പോകും. ചാറിന്റെ മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടാ. വെണ്ടയ്ക്കാണ് ഇതിലാക്കി വെച്ചത്. അത് എണ്ണയിൽ ഉപ്പ് പോട്ട് കൊഞ്ചമ വറുത്ത് വെച്ചിരിക്കണം. ഉപ്പിട്ട് വറുത്ത് വെച്ചിരിക്കുക കേട്ടാ. പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇപ്പുറത്ത് എന്താ ആയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങണ്ടോ, ഇതൊരു മുരിങ്ങയില സൂപ്പാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട്. ഓക്കെ, ഞാൻ പറയുന്നത് പറഞ്ഞിട്ട് ആരും ചെയ്യണ്ട. അങ്ങനെ ഇതിലെന്താണ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? മുരിങ്ങയില, വെന്തയം, ഉലുവ, ഉലുവ, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് ഉപ്പ്, പാല് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചായക്ക്. ഓക്കെ, ഞാനോ ഇപ്പുറത്ത് ഒരുത്തും കിടക്കുന്നത് എനിക്ക് ചായ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പി ചായ. ഓക്കെ, ഇത് ഈ വെള്ളം ഉണ്ടല്ലോ ഫുള്ളായി വെട്ടണം. ഇത്രയ്ക്കുള്ള വെള്ളം ഇത്രയ്ക്കാക്കി പകുതി വറ്റുന്ന വരെ അത് തിളച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് കുടിച്ചാൽ അതിൻ്റെ എല്ലാ ഇറങ്ങിയൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതാണ് പകുതിക്ക് വറ്റി പോകണം. അതിൻ്റെ പട്ടയം കേട്ടോ. വേണ്ട സാറ് അടുത്ത പുളി വെള്ളം ഒഴിക്കാൻ കേട്ടോ. തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ നല്ല പുക വരുന്നുണ്ട്. ഒന്നും കാണില്ലല്ലോ. ഇപ്പൊന്നും തുറക്കുന്നത് കേട്ടോ. പുളി അളവാൻ നോക്കുക കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ. അടുത്തത് ഉപ്പ് തിളച്ചിട്ടാ. ചാറ് തിളച്ച് വേണ്ട, തിളക്കുന്നുണ്ടാ. ഇതാ വെണ്ടയ്ക്കിടാൻ പോകണ്ടാ. വെണ്ടയ്ക്കിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. அது வேகணும் இல்லை கொஞ்சம். வணக்கும்போது கொஞ்சமாக வெந்திருக்கும். அப்போ இது கூட போடும்போது எல்லாமே உப்பு, പുളി, കാരം എല്ലാം கொஞ்சம் പിടിക്കും. ഉച്ചെത്തിയിട്ട് വന്നിട്ട് കേട്ടാ. കാലത്ത് ചാറ് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടാകും. പഴയ ചാറുണ്ടായപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോയി ചെത്തിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ കാണിച്ചു കേട്ടാ. അത് കണ്ടാ അളവിന് ചോറിട്ടുണ്ട്. ചാറ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെണ്ടയ്ക്ക പൊടിച്ചിട്ട് കേട്ടാ. സൂപ്പറായിട്ട് അധികം ഒന്നും ഒഴിക്കണ്ട കേട്ടാ. കുറച്ച് ഒഴിച്ചാൽ മതി. നിറയെ ചോറ് കഴിക്കാം. അത്രയും ടേസ്റ്റാണ് കേട്ടാ. വെളിയിലാണെങ്കിൽ സൂപ്പർ നിറയെ മഴയാണ് കേട്ടാ. മഴയത്ത് വെണ്ടയ്ക്ക പുളി ചാറ് കഴിക്കാം കേട്ടാ. സൂപ്പറാണ്. ഇതാ ഇതാ വെണ്ടയ്ക്ക പുളി കേട്ടാ. സൂപ്പറായിട്ട് ഒഴിച്ച് കഴിക്കതാ. എന്താ
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ സൂപ്പറായി വെക്കുക നിങ്ങളും. മുട്ടയാക്കിയില്ല കേട്ടാ, മറന്ന് സമയമില്ല, ഒരുപാട് വിശപ്പ് കാരണം ചെയ്തില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ വെണ്ടയ്ക്ക് എപ്പോഴും വെക്കുകയാണോ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ.